വെറുതെ സിനിമ കണ്ട് സമയം കളയാതെ 4 അക്ഷരം ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്ന മാതാപിതാക്കൾ ഭൂരിപക്ഷമുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയുണ്ട്. ബ്രില്യൻറ്റിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി. തൻ്റെ സിനിമ എന്ന ലക്ഷ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആതുര ശുശ്രൂഷ മേഖലയിൽ പ്രഗത്ഭനായ ഒരു ഡോക്ടറായി മാറിയ ജിസ് തോമസ് സാർ. നമസ്കാരം സാർ. നമസ്കാരം. സിനിമയും ആരോഗ്യ മേഖലയും ഒരുപാട് വ്യത്യസ്തതകളുള്ള ഒരു മേഖലയാണ്. എങ്ങനെയായിരുന്നു ഇത്തരത്തിൽ സിനിമ സാധ്യമാക്കണം എന്നൊരു ലക്ഷ്യം ബാല്യം മുതലേ നമ്മുടെ ഉള്ളിൽ ഉടലെടുത്തതാണോ? എങ്ങനെയാണ് ആ ഒരു ലക്ഷ്യം മനസ്സിൽ ജനിക്കുന്നത്? ചെറുപ്പകാലം തൊട്ട് തന്നെ സിനിമയോട് വളരെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ചെറുപ്പകാലം തൊട്ട് പണ്ടൊക്കെ ഈ VCR ഉണ്ടായിരുന്ന സമയത്ത് തന്നെ വീഡിയോ കാസറ്റുകളിട്ട് ഇഷ്ടംപോലെ സിനിമ കാണുകയും, ആ സമയത്ത് മമ്മൂട്ടി മോഹൻലാലും ആയിരുന്നു പ്രധാന നടന്മാർ. അപ്പം ഒരു കൂട്ടർ മമ്മൂട്ടി, ഒരു കൂട്ടർ മോഹൻലാൽ, അങ്ങനെ ചെറുപ്പത്തിലായിട്ട് തന്നെ സിനിമയോട് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ പഠനവും തുടർന്നു. അങ്ങനെ 10ാം ക്ലാസ് വരെ സെൻറ്റ് വിൻസെൻറ്റിലായിരുന്നു പഠനം, പാലാ സെൻറ്റ് വിൻസെൻറ്റ് സ്കൂളിൽ. അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് എത്തിയ സെൻറ്റ് തോമസ് കോളേജിലായിരുന്നു. ആ സമയത്തും സിനിമകൾ കാണുന്നുണ്ടായിരുന്നു, നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു, സിനിമയോട് താല്പര്യമുള്ള, സിനിമയെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഞാൻ ബ്രില്യൻറ്റിൽ പഠിക്കുകയും അതുവഴി എനിക്ക് മെഡിക്കൽ കോളേജ് കോട്ടയത്തിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. ഈ ഒരു ബാല്യകാലത്ത് തന്നെ നമ്മുടെ ഒരു ആരോഗ്യമേഖല, അതായത് ഒരു ഡോക്ടറാണല്ലോ ഇപ്പോൾ, ആ ഒരു ഡോക്ടർ എന്ന ആഗ്രഹവും ഉള്ളിൽ ജനിച്ചിരുന്നു. ഇത് രണ്ടും കൂടെ എങ്ങനെ മുന്നോട്ട് യാഥാർത്ഥ്യമാക്കി? സിനിമ എപ്പോഴും താല്പര്യമായിരുന്നു, എന്നാലും നമ്മുടെ പഠനം എപ്പോഴും മുന്നിൽ പഠനമായിരുന്നു എപ്പോഴും. അപ്പോൾ ആ സമയത്ത് പ്രധാനമെന്ന് വെച്ചാൽ പഠനമാണല്ലോ നമുക്ക്. അപ്പം പ്രധാനമായിട്ടും അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോയി MBBSന് കയറി. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ 97 ഞാൻ ജോയിൻ ചെയ്തത്. 97 തൊട്ട് 2003 വരെയുള്ള കാലഘട്ടം കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പോഴും സിനിമകൾ കാണുമായിരുന്നു, നല്ല നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു, സിനിമയായിട്ട് ബന്ധപ്പെട്ടതും എന്നാൽ താല്പര്യമുള്ളവരും. അങ്ങനെ സിനിമാ ചർച്ചകളും ഒക്കെ വളരെ നന്നായിട്ട് നടന്നു പോകുന്നു. ആ കൂട്ടത്തിൽ പഠനവും അതുപോലെ തന്നെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയ ഒരു സിനിമകൾ പോലും മിസ്സാക്കിയിട്ടില്ല. അന്ന് പിന്നെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ ഷോർട്ട് ഫിലിമുകൾ അത്ര പ്രചാരത്തിലായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് ആ സമയത്ത് ഈ സ്കിറ്റുകൾ, അതായത് ചെറിയ ചെറിയ നാടകങ്ങൾ, ഓരോ ബാച്ചിൻ്റെയും, അതായത് ഓരോ സെൻഡ് ഓഫിനും അല്ലെങ്കിൽ ഓരോ ബാച്ചിൻ്റെ സെൻഡ് ഓഫ് അങ്ങനെയൊക്കെ അനുബന്ധിച്ചുള്ള ഓരോരോ ഫംഗ്ഷനുകളിൽ ഇപ്പോൾ ചെറിയ ചെറിയ നാടകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നാടകത്തിന് സ്ക്രിപ്റ്റ് എഴുതുക, അത് സംവിധാനം ചെയ്യുക, അതിനകത്ത് ചെറിയ ചെറിയ വേഷങ്ങൾ, എഴുത്തിൻ്റെ ഒരു പ്രാവീണ്യം ഉണ്ടായിരുന്നു പണ്ട് തൊട്ട് തന്നെ. ഒത്തിരി വായിക്കുമായിരുന്നു, അങ്ങനെ തന്നെ എഴുതാനും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 1-2 പേര് കൂടിയായിരുന്നു ആ സമയത്ത് സ്ക്രിപ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ പല പല സ്കിറ്റിന് വേണ്ടി സ്ക്രിപ്റ്റുകൾ എഴുതിയും അതൊക്കെ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടുകയും അങ്ങനെ വളരെ നല്ലൊരു അംഗീകാരം ആ MBBSന് പഠിച്ച സമയത്ത് തന്നെ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നൊക്കെ ഉണ്ടായി. അപ്പം അങ്ങനെ എപ്പോഴും ഒരു സിനിമ ഒരു മോഹമായിരുന്നു ആ സമയത്തും. പക്ഷേ എങ്ങനെ സിനിമയിലേക്ക് എത്തണം എന്നുള്ളത് അപ്പോഴും ഒരു വഴിയായിട്ട് തെളിഞ്ഞിട്ടില്ല. നമുക്ക് വേറെ ചാൻസ് ഇല്ല. MBBS കഴിഞ്ഞു, അതിനുശേഷം നമ്മുടെ MD ചെയ്യണം. അപ്പം അല്ലാതെ MBBS കൊണ്ട് കാര്യമില്ല, അപ്പോൾ MD ചെയ്യണം എന്നുള്ളൊരു മോഹം മനസ്സിൽ വന്നു. അങ്ങനെ ആ സമയത്താണ് ഓൾ ഇന്ത്യക്ക് പഠിച്ച് അതുവഴി ഒറീസയിലായിരുന്നു MD കിട്ടിയത്. അത് പീഡിയാട്രിക്സ് കിട്ടി. അപ്പോൾ 3 വർഷക്കാലം പിന്നെ ഞാൻ ഒറീസയിലായിരുന്നു, ഒറീസ ബേരാംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആ സമയമാണ് നമുക്ക് സിനിമയായിട്ടുള്ള ബന്ധം ഒത്തിരി ഒന്ന് മുറിയുന്നത്. എന്ന് വെച്ചാൽ ആ സമയത്ത് ഇതുപോലെ നമുക്ക് OTT പ്ലാറ്റ്ഫോം ഇല്ല, സിനിമ കാണാനുള്ള മാർഗ്ഗങ്ങളില്ല, അവിടെ മലയാള സിനിമ അങ്ങനെ റിലീസ് ചെയ്യാറ് പോലും ഇല്ല. ഒരു സിനിമയെ സ്നേഹിക്കുന്ന ഒരു സംഘം തന്നെ നിങ്ങളുടെ കൂടെ ഇല്ല. അപ്പോൾ ഇപ്പോൾ വളരെ കുറച്ച് മലയാളികളേ ഉള്ളൂ, എന്നുവെച്ചാൽ 4-5 മലയാളികളേ ഉള്ളൂ നമ്മളാകെ. അപ്പം അങ്ങനെ നാട്ടിൽ വരുമ്പോൾ വല്ലപ്പോഴും സിനിമ കാണും. അങ്ങനെ ഒരു 3 വർഷം സിനിമയായിട്ട് അങ്ങനെ വലിയ ബന്ധമില്ലാതെ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു ഈ 3 വർഷം PG പഠിച്ച സമയത്ത്. അതിനുശേഷം പിന്നെ നമ്മൾ നാട്ടിൽ തിരിച്ചെത്തി. ഒരു 2009-10 കൂടി നാട്ടിൽ തിരിച്ചെത്തി. ഡോക്ടർ ആകാനുള്ള ലക്ഷ്യം, എൻട്രൻസ് സാധ്യമാക്കിയത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പരാമർശിക്കാമോ? ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത് പാലാ സെൻറ്റ് തോമസ് കോളേജിലായിരുന്നു. അപ്പം ആ സമയത്ത് പ്രീ ഡിഗ്രിക്ക് പഠനത്തിൻ്റെ കൂടെ തന്നെ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഉണ്ടായിരുന്നു പാലായിൽ. അവിടെ ലോങ് ടൈമിന് ജോയിൻ ചെയ്യുകയും അങ്ങനെ ആ 1 വർഷത്തെ ഈ പ്രീ ഡിഗ്രി പഠനത്തിൻ്റെ കൂടെ തന്നെ എൻട്രൻസിൻ്റെ പഠനവും കൂടെ നടന്നു. അപ്പോൾ ആ സമയത്ത് എൻട്രൻസ് എഴുതിയാണ് എനിക്ക്. അപ്പം ആ സ്റ്റേറ്റ് കോട്ടയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജ് റാങ്ക് കിട്ടുന്നത്. സ്റ്റേറ്റ് റാങ്ക് 55 ആയിരുന്നു. അപ്പോൾ അതിന് പാലാ ബ്രില്യൻ്റെ ഒരു വളരെ നല്ലൊരു കോച്ചിങ്ങാണ് ഞാൻ തന്നത്. അതിപ്പോഴും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ് ശരിക്കും പറഞ്ഞാൽ പാലാ ബ്രില്യൻ്റ്. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ MBBS 97 ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ. അത് തൊട്ട് 2003 വരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. ആതുര ശുശ്രൂഷ മേഖലയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത പോലെ സിനിമയ്ക്ക് വേണ്ടി, അതായത് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് പഠന സാധ്യതകളുണ്ട്. സിനിമ എന്ന് പറയുന്നത് അത്തരത്തിലൊരു രീതിയിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടി പഠിക്കാൻ എന്തെങ്കിലും പോയിട്ടുണ്ടോ, അതോ സെൽഫായിട്ട് തന്നെ സിനിമയെ അറിയാൻ ശ്രമിക്കുകയായിരുന്നു? അതിനെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാം. പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു PG പഠനത്തിന് ശേഷം 2010 കൂടിയാണ് കേരളത്തിൽ തിരിച്ചെത്തി. അപ്പം പീഡിയാട്രിക്സ് കഴിഞ്ഞ് നിയോനേറ്റോളജി, അതായത് ന്യൂ ബോൺ ഫെലോഷിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ കാരിത്താസിലാണ് ആദ്യം ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ 2010 കാലഘട്ടങ്ങളിൽ. അപ്പോൾ ആ സമയത്താണ് പിന്നെയും സിനിമയിലേക്ക് വീണ്ടും അടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ആ 3 വർഷം ഒറീസയിലായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്നു.
അപ്പം അങ്ങനെ ജിമ്മിൽ പോകുമ്പോൾ നമ്മുടെ പല പല സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളുമായിട്ട് ഇങ്ങനെ ഓരോരോ ആ സമയത്ത് ഷോർട്ട് ഫിലിമൊക്കെ നല്ല പ്രചാരണത്തിൽ വരുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളുമായിട്ട് ഓരോരോ ചെറിയ ചെറിയ ആശയങ്ങൾ പങ്കുവെക്കുകയും അപ്പം അങ്ങനെ ജിമ്മിൽ വരുന്നൊരു സുഹൃത്തുണ്ടായിരുന്നു, മെൽവിൻ എന്ന് പറഞ്ഞൊരു സുഹൃത്ത്. അപ്പം ഞാൻ പുള്ളിയോട് ഇങ്ങനെ സംസാരിച്ചു. അതായത് ഇപ്പോൾ എല്ലാം ന്യൂക്ലിയർ ഫാമിലിയാണ് ഈ വരുന്നതെല്ലാം. അച്ഛൻ, അമ്മ, ഒരു കുട്ടി. പണ്ട് കൂടുതലും ബാക്കി കൂട്ടുകുടുംബങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ കുടുംബത്തിൽ ഇപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ രണ്ടുപേരും വർക്ക് ചെയ്യാൻ പോകുമായിരിക്കും. അവർക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ, കുട്ടികളാണെങ്കിലും കൂടുതൽ സമയത്തും ജോലിക്കാരുടെ കൂടെയൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ ഈ വരുന്ന സമയങ്ങളിൽ ഇതുമൂലം കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ, അതിനെ ബേസ് ചെയ്ത് ഞങ്ങളൊരു ചെറിയ ഷോർട്ട് ഫിലിം ബേബി ദ ടർട്ടിൽ എന്ന പേരിൽ അത് യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിന് വളരെയധികം പ്രശംസ കിട്ടിയതാണ് ആ സമയത്ത്. അതായത് ഒരു കുട്ടി അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂലം കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അങ്ങനെ കുട്ടിക്കൊരു ചെറിയൊരു നക്ഷത്ര ആമയോട് തോന്നുന്ന ഒരു അറ്റാച്ച്മെൻറ്റും, അപ്പം അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ കുട്ടിക്കുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളും അതൊക്കെ വെച്ചുള്ള ഒരു സംഭവം, അത് വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു ഹ്രസ്വചിത്രമായിരുന്നു അത്. അതിനുശേഷമാണ് ഞാൻ ആ സമയത്ത് പീഡിയാട്രിക് അസോസിയേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കോട്ടയം ബ്രാഞ്ചിൻ്റെ പീഡിയാട്രിക് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മുടെ ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാൻ മലപ്പുറം പോലെയുള്ള ഏരിയയിൽ ആൾക്കാർ ഒത്തിരി വിമുഖത കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്താൽ പ്രശ്നമാണ്, കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കും, അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ അവർക്കില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതായത് നമ്മുടെ കോട്ടയത്തൊക്കെ ഒരു 90-100% കുട്ടികളും കുത്തിവയ്പ്പ് എടുക്കുമ്പോൾ മലപ്പുറം, കാസർഗോഡ് പോലെയുള്ള ഏരിയയിൽ 50 അല്ലെങ്കിൽ 60% താഴെയായിരുന്നു പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നത്. അപ്പം അതുമൂലം അതിനെപ്പറ്റി ഒരു അവയർനെസ് സൃഷ്ടിക്കാൻ വേണ്ടി നമ്മുടെ പീഡിയാട്രിക് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ വേണ്ടി അവർ എന്നെയാണ് സമീപിച്ചത്. അപ്പോൾ അത് റിയലൈസേഷൻ എ ഫിലിം ഓൺ ഇമ്മ്യൂണൈസേഷൻ, അതായത് തിരിച്ചറിവ്. അതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഈ ഡിഫ്തീരിയ വന്ന് മരിക്കുന്നു. അപ്പം അത് കേൾക്കുമ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ്റെ ഒരു സഹപ്രവർത്തനമുണ്ട്, പുള്ളി ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കൊക്കെ എതിരാണ്. അപ്പം ഇത് കേട്ട് പുള്ളിക്കൊരു തിരിച്ചറിവുണ്ടായി. പുള്ളി സ്വന്തം കുട്ടിയെ കുത്തിവയ്പ്പ് എടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കഥാംശമായിരുന്നു അത്. അത് തന്നെ ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ഏതൊക്കെയാണ് വേണ്ടത്, ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിക്കപ്പെടാൻ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്ത് ഒരു 2-3 മാസങ്ങൾക്ക് ശേഷം ഈ ഡിഫ്തീരിയ വന്നുള്ള 2-3 മരണങ്ങൾ മലപ്പുറത്തുണ്ടായി. അപ്പം അതിനു മുമ്പ് അതുണ്ടായിട്ടില്ല. നമ്മുടെ ഈ ഷോർട്ട് ഫിലിമിൽ അത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 2-3 മാസം കഴിയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്, എന്തോ ഒരു നിമിത്തം പോലെ. അപ്പം അങ്ങനെ ആ ഷോർട്ട് ഫിലിം വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ഈവൻ ഗവൺമെൻറ് അത് ഏറ്റെടുക്കുകയും ചെയ്തു. ആ രീതിയിലാണ് ഇത് ഭയങ്കര ഒരു വൈറലായി മാറിയത്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു സിനിമാ രംഗത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു പ്രതീക്ഷ വന്ന്. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ നമുക്കായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആശയം മനസ്സിൽ വന്ന ആ സമയത്താണ്. സിനിമയിലേക്കുള്ള ഒരു പ്രവേശനം എങ്ങനെയായിരുന്നു? ഇപ്പോൾ സാറ് പുതിയൊരു സിനിമ സാധ്യമാക്കിയിരിക്കുകയാണെന്ന് അറിയുന്നു, വരാനിരിക്കുന്നു അല്ലേ? അതെ അതെ. അപ്പോൾ അതിലേക്കുള്ളൊരു പ്രവേശനം എങ്ങനെയായിരുന്നു? അപ്പം ആദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ബേബി ദ ടർട്ടിൽ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമാണ് ചെയ്തത്. അതിനുശേഷം ഈ റിയലൈസേഷൻ എ ഫിലിം ഓൺ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ അസോസിയേഷന് വേണ്ടി ചെയ്ത ഷോർട്ട് ഫിലിം. അതിനുശേഷം ഒരു 4ഓളം ഷോർട്ട് ഫിലിംസ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുകയും അതിൽ 2 ഞാൻ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തു. എപ്പോഴും സിനിമ പഠിക്കാൻ നല്ല ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസാണ്. ആക്ച്വലി ഷോർട്ട് ഫിലിം എന്ന് വെച്ചാൽ 10 മിനിറ്റുള്ള ഒരു ചെറിയ സിനിമയാണ്. അങ്ങനത്തെ ഒരു 12 ഷോർട്ട് ഫിലിം ചേർത്ത് വെക്കുന്നതാണ് ഒരു സിനിമ ശരിക്കും. അത് ചെയ്യുന്നതോടുകൂടി നമ്മളെല്ലാം പഠിക്കും. അതായത് സ്ക്രിപ്റ്റ് എഴുതാൻ പഠിക്കും, അതിൻ്റെ ഷോട്ട് ഡിവൈഡ് ചെയ്യാൻ പഠിക്കും, ക്ലോസപ്പ് ഷോട്ട് എന്താണ്, സജഷൻ എന്താണ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ പഠിക്കാൻ വളരെ നല്ല രീതിയിൽ പഠിക്കാൻ സാധിച്ചു. ഈവൻ എഡിറ്റിംഗ് അടക്കം കുറച്ച് നന്നായിട്ട് പഠിക്കാൻ സാധിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഹർത്താലിൻ്റെ ഒരു ആശയം മനസ്സിലേക്ക് വന്ന്. അങ്ങനെ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ, ഇങ്ങനെ ജിമ്മി വരുന്ന സുഹൃത്തുക്കളുണ്ട്, അവരോട് പറയും അത് വളരെ നല്ലൊരു ആശയമാണെന്ന് പറഞ്ഞു. അതായത് ഒരു 4 സുഹൃത്തുക്കൾ, അതിലൊരാളുടെ കല്യാണമാണ്. അപ്പോൾ കല്യാണം നടക്കുന്നത് ഇടുക്കി വെള്ളത്തൂവൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അത് കൊച്ചിയിൽ നിന്ന് ഇടുക്കിയിലേക്കുള്ള ഇവരുടെ ഒരു 4 കൂട്ടുകാരുടെ യാത്ര. അന്ന് ഒരു പ്രമാദമായിട്ടുള്ള ഒരു കേസ് വന്ന് 2 പാർട്ടികൾ സംസ്ഥാനത്ത് 24 മണിക്കൂർ ഹർത്താൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഹർത്താൽ ദിനത്തിൽ 4 സുഹൃത്തുക്കളുടെ, അധികം ഞാൻ കഥയെപ്പറ്റി പറയുന്നില്ല, കൊച്ചിയിൽ നിന്ന് വെള്ളത്തൂവൽ ഇടുക്കിയിലേക്കുള്ള ഒരു യാത്ര ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ സ്ക്രിപ്റ്റാക്കുകയും വളരെ 1-2 കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർക്കെല്ലാവർക്കും വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഡോക്ടർ PCA ഹമീദ് എന്ന് പറഞ്ഞ പുള്ളി ദുബായിലുള്ള യൂറോളജിസ്റ്റാണ്. പുള്ളിയോട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പുള്ളി പറഞ്ഞു ഇത് നീ മുന്നോട്ട് പോക്കൂ, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റുമായിട്ട്, അന്ന് പ്രേമം നല്ല ഹിറ്റായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പ്രേമത്തിൽ അഭിനയിച്ച നിവിൻ പോളിയുടെ കൂടെ അഭിനയിച്ച കൃഷ്ണാശങ്കർ, ജൂഡ് ആൻ്റണി ജോസഫ്, ശബരീഷ് വർമ്മ, ഇവരെയൊക്കെ സമീപിച്ച് ഈ കഥ പറയും. ഇവർക്കെല്ലാം വളരെ ഇഷ്ടമായി കഥ കേട്ടപ്പോൾ തന്നെ. അങ്ങനെ ഇവർ അഭിനയിക്കാൻ മുന്നോട്ട് വരികയും അങ്ങനെയാണ് ഇപ്പോൾ റിലീസാകാൻ പോകുന്ന ഈ ട്രോജൻ എന്ന് പറഞ്ഞ ഈ ഒരു സ്വപ്നത്തിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചത്. അതിലേക്ക് എളുപ്പമായിരുന്നില്ല, 1-2 വർഷങ്ങളെടുത്തു അതിൻ്റെ തിരക്കഥ പൂർത്തിയാക്കാനും അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ
പിന്നെ അതിൻ്റെ ഷൂട്ടിംഗ് ഫേസ്, അതിൻ്റെ ഇടയ്ക്ക് കൊറോണ വന്നു, അങ്ങനെ കുറച്ചൊരു ഗ്യാപ്പ് വന്നു. ലൊക്കേഷൻ കണ്ട് അങ്ങനെ പല പല ലൊക്കേഷനിൽ പോയി 2 ഷെഡ്യൂളായിട്ടാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ, ഇങ്ങനെ സമയമെടുത്തൊരു 2 വർഷം കൊണ്ടാണ് ഇപ്പോൾ ഈ ട്രോജൻ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഇപ്പോൾ തീർന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന പ്രധാന ആർട്ടിസ്റ്റുകൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രേമത്തിലെ ശബരീഷ് വർമ്മ, കൃഷ്ണശങ്കർ, ജൂഡ് ആൻ്റണി ജോസഫ്, ദേവൻ, നോബി, മനോജ് ഗിന്നസ്, ഷീലു എബ്രഹാം മുതലായി ഒരു 10-12ഓളം നല്ല ആർട്ടിസ്റ്റുകൾ തന്നെ ഉണ്ട്, ഒരു മുൻനിര ആർട്ടിസ്റ്റുകൾ തന്നെ ഉണ്ട്. അപ്പം അതിൻ്റെ മ്യൂസിക് ഇപ്പം നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. മനോരമ മ്യൂസിക് വഴിയാണ് പാട്ടുകൾ റിലീസ് ചെയ്തിരിക്കുന്നത്. നാല് വളരെ മനോഹരമായ പാട്ടുകളുണ്ട്. അത് 2 പാട്ടുകൾ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിന് വളരെ നല്ല മെച്ചപ്പെട്ട റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അതിന് ചെറിയൊരു എന്നുയിരെ എന്ന് പറഞ്ഞായിരുന്നു ഒരു പാട്ട്, അതിനൊരു ചെറിയ ചലഞ്ച് ഞങ്ങൾ സംഘടിപ്പിക്കുകയും അതിൽ ആൾക്കാർ വളരെ നല്ല രീതിയിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തു. ഈ ലോകവും പ്രണയം വഴിയരികിൽ നിൽക്കവേ നിറചിരികൾ നൽകുവാൻ ഇതുവഴി വന്നുവോ ജീവനേ. അപ്പം ഈ ഒരു 1-2 മാസത്തിന് ശേഷം, ഈ ഒരു കോവിഡ് ഒന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ റിലീസിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യം തിയേറ്റർ റിലീസ് ഉണ്ടാവും, അതിനുശേഷം OTT, ബാക്കി സാറ്റലൈറ്റ് മുതലായ എല്ലാ റിലീസുകളും ഉണ്ടാവും. അപ്പോൾ എല്ലാ രീതിയിലും എല്ലാവരുടെയും ഒരു പിന്തുണയും സപ്പോർട്ടും ഇതിന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏകദേശം ഒരു 12 വർഷമായി സാറ് ഈ ഒരു ഷോർട്ട് ഫിലിം മേഖലയിലായാലും സിനിമ മേഖലയിലും ഒക്കെ അതിനെ പിന്തുടർന്ന് വരുന്നു അല്ലേ? അതെ. സാറിന് ഈ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും അവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പരാമർശിക്കാമോ? ആദ്യത്തെ ഷോർട്ട് ഫിലിമിന് തന്നെ ബേബി ദ ടട്ടിൽ തന്നെ അത് വളരെ നല്ല രീതിയിൽ ശ്രദ്ധ നേടുകയും, അപ്പോൾ ഞങ്ങളങ്ങനെ ആ സമയത്താണ് ജനം TV-യിലെ ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞ ചെറിയ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ നടക്കുന്നത്. അപ്പോൾ അതിൽ അയച്ചു കൊടുക്കുകയും അതിൽ നല്ല ഡയറക്ഷനും സ്റ്റോറിക്കും വേണ്ടിയിട്ടുള്ള ഒരു അവാർഡ് കിട്ടുകയും ചെയ്തു. പിന്നെ അതിനുശേഷമാണ് റിയലൈസേഷൻ എ ഫിലിം ഓൺ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞ് പ്രതിരോധ കുത്തിവയ്പ്പുകളെ പറ്റിയുള്ള ഷോർട്ട് ഫിലിം എടുത്ത്. അപ്പോൾ അത് സോഷ്യൽ അവയർനെസ് എന്നുള്ള കാറ്റഗറിയിൽ അതിനും ഈ ജനം TV-യിലെ ഷോർട്ട് കട്ട്സിൽ അവാർഡ് കിട്ടുകയും ഈ 2 ഷോർട്ട് ഫിലിംസും അവർ ജനം TV-യിൽ കാണിക്കുകയും ചെയ്തു. അപ്പം അത് കണ്ട് തന്നെ വളരെ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് കിട്ടിയ അവാർഡ്സ്. ഇതിന് ഇനി ഉള്ള സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുകയും നല്ല രീതിയിൽ അവാർഡുകൾ കിട്ടുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ ട്രോജൻ എന്ന ഫീച്ചർ ഫിലിം സാധ്യമാക്കിയിട്ടിരിക്കുകയാണല്ലോ. ഇനി അടുത്ത പ്രൊജക്റ്റ് എന്താണ്? പിന്നെ അതുപോലെ തന്നെ ഏതൊരു വ്യക്തിക്കും ഒരു ഡ്രീം പ്രൊജക്റ്റ്, ഒരു ഡ്രീം തീം ഉണ്ടാവുമല്ലോ, അത് എന്താണ് ഈ ഒരു ഫിലിം മേഖലയിൽ? അതെ, ഇപ്പം ട്രോജൻ ഇപ്പം അടുത്ത മാസത്തോടെ അതിൻ്റെ റിലീസ് കാണും. അപ്പോൾ അതിനുശേഷം ഞാൻ ഏകദേശം 3ഓളം സ്ക്രിപ്റ്റുകൾ തീർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അടുത്ത പ്രോജക്റ്റ് ഏപ്രിൽ മെയ്യോടുകൂടി സ്റ്റാർട്ട് ചെയ്യാനാണ് പോകുന്നത്. ആ ഫിലിം ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഡയറക്ഷൻ താന്തോന്നി എന്ന സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള ജോർജ് വർഗീസാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അമിത് ചക്കാലക്കളാണ് അതിൻ്റെ അകത്തെ ഹീറോ. അപ്പോൾ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഏപ്രിൽ മെയ് ഷൂട്ട് കഴിഞ്ഞ് നമ്മളൊരു ഓണ സമയത്ത് റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. അതിനുശേഷം മറ്റ് 2 സ്ക്രിപ്റ്റുകൾ കൂടി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഡോക്ടർ അരുൺ മുരളീന്ദ്രൻ എന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾ 2 കൂടി ചെയ്തൊരു സ്ക്രിപ്റ്റ്, അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നു, അതിൻ്റെ സ്ക്രിപ്റ്റ് തീർന്നു. അപ്പോൾ അടുത്ത ലെവലിലേക്കുള്ള, അതായത് നമ്മൾ ആർട്ടിസ്റ്റിലേക്ക് എത്താനുള്ള ഒരു ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഒരു സ്ക്രിപ്റ്റും കൂടെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു 4 ഈ കഴിഞ്ഞ ട്രോജന് ശേഷം ഒരു 3 സബ്ജക്റ്റാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരെണ്ണത്തിൻ്റെ ഷൂട്ടിംഗ് ഏപ്രിലുണ്ടാവും. ഇത്രയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലക്കാരനായതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭദ്രൻ സാർ സംവിധാനം ചെയ്ത സ്ഫടികം എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പം എപ്പോഴും മനസ്സിൽ കിടക്കുന്ന, അതുപോലെ തന്നെ അത്രയും മാസമായിട്ടുള്ളൊരു സിനിമ എനിക്കൊന്ന് ഇപ്പോഴായാലും ആൾക്കാർക്ക് സംവിധാനം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുന്ന ഒരു സിനിമയാണ് സ്ഫടികം. പോലത്തെ ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, അതായത് ജീവിച്ചിരുന്ന ഒരാളെ എത്രമാത്രം ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും സ്ഫടികം എന്നൊരു സിനിമ കൊണ്ട് ഭദ്രൻ സാറിന് സാധിച്ച്. അതുപോലെ ആൾക്കാരുടെ മനസ്സിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു മാസ് പടം എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും ജീവിതാംശങ്ങളുള്ള ഒരു മാസ് സിനിമ എന്തെങ്കിലും ഒരു ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതാണ് എൻ്റെ ഡ്രീം പ്രൊജക്റ്റ്. സ്വാഭാവികമായിട്ടും സിനിമ എന്ന് പറയുന്ന ഒരു മേഖല, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. അതുപോലെ തന്നെ ഭയങ്കര റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു മേഖലയാണ് നമ്മുടെ ഒരു ഡോക്ടർ. ഇത് രണ്ടും കൂടെ എങ്ങനെ ഒരുപോലെ സാധ്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു? ഞാൻ എൻ്റെ പ്രൊഫഷനെ പറ്റി അധികം പറഞ്ഞില്ല. ഞാൻ മാർസലിവ മെഡിസിറ്റിയിലെ പീഡിയാട്രിക് വിഭാഗം തലവനാണ്, അതിൻ്റെ ഹെഡാണ്. അപ്പോൾ നമ്മളവിടെ വളരെ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. പീഡിയാട്രിക്സ് തന്നെ നമ്മൾ ഏകദേശം 10ഓളം ഡോക്ടേഴ്സ് ഉണ്ട്.
അപ്പോൾ അത് നല്ല തിരക്കുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ബാക്കിയുള്ള സമയം, അതായത് രാത്രിയിൽ കിട്ടുന്ന സമയങ്ങൾ, അങ്ങനെയുള്ള സമയങ്ങളാണ് കൂടുതലും ഈ തിരക്കഥാ രചനയ്ക്ക് വേണ്ടിയിട്ടും. പിന്നെ നല്ല ഒരു പറ്റം സുഹൃത്തുക്കളുണ്ട് സിനിമയെ സ്നേഹിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ടിരുന്നാണ്, ഒറ്റയ്ക്ക് നമുക്ക് നടക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഒരു നല്ലൊരു സിനിമയെ സ്നേഹിക്കുന്ന നല്ല സംഘം ആൾക്കാരുണ്ട്. നല്ല സിനിമകൾ വരണം, അപ്പോൾ നല്ല തിരക്കഥകൾ ഉണ്ടാകണം എന്ന് പറഞ്ഞ് ആശയങ്ങൾ ചർച്ച ചെയ്യാൻ നല്ലൊരു സുഹൃത്ത് വലയുണ്ട്. പക്ഷെ എന്നാലും എല്ലാം കൂടെ രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ശരിക്കും നല്ല പാടാണ്. കാരണം വെച്ചാൽ സമയം വളരെ കുറവാണ്. ഫാമിലിയുടെ കൂടെ ചിലവഴിക്കാൻ കിട്ടുന്ന സമയം അതുകൊണ്ടൊക്കെ കുറച്ചൊക്കെ എനിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു പാഷനായിട്ട് എപ്പോഴും സിനിമ മുന്നിൽ കിടക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തും. ഒരു പാഷനുള്ളപ്പോൾ നമ്മൾ അതിനുവേണ്ടി ജീവിക്കണം, അതിനുവേണ്ടി സമയം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ യുവതലമുറയോടും ഇല്ലെങ്കിൽ വളർന്നു വരുന്ന ഈ ബ്രില്യൻറ്റിലുള്ള വിദ്യാർത്ഥികളോടും ഒക്കെ എനിക്ക് പറയാനുള്ള അതാണ്, ഒരു പാഷനുണ്ടെങ്കിൽ ഒരിക്കലും അത് കൈവിടരുത്. എപ്പോഴെങ്കിലും അതിനുള്ള ഒരു അവസരം നമുക്ക് മുന്നിൽ വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ പാഷനെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ തന്നെ പഠനവും മുന്നോട്ട് കൊണ്ടുപോവുക. ഉറപ്പായിട്ടും ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു വിജയം നിങ്ങളെ തേടിയെത്തും. ആതുര ശുശ്രൂഷ മേഖലയും സിനിമയും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സ്വാഭാവികമായും സാറിനുള്ള തിരക്ക് നമുക്ക് മനസ്സിലാക്കാം. ഈ തിരക്കിനിടയിലും നമുക്ക് വേണ്ടി ഇത്രയും വിലപ്പെട്ട സമയം നൽകിയ സാറിന് ഒരുപാട് നന്ദി. നന്ദി, നമസ്കാരം. മുന്നിലുള്ള എല്ലാ സാധ്യതകളെക്കുറിച്ച് അറിഞ്ഞും അതിൻ്റെ പുറകെ പോയും സമയം കളയാതെ നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലകൾ ഏതൊക്കെയെന്ന് തിരിച്ചറിഞ്ഞ് അത് സാധ്യമാക്കാൻ ശ്രമിക്കുക. വിജയം സുനിശ്ചിതം.